ഇന്ന് നമുക്ക് നല്ല ഫ്രഷ് കായലിഞ്ഞണ്ട് കിട്ടിയിട്ടുണ്ട്. വായോ, സംഭവം സീനാണ്. അടിപൊളി സാധനം. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇവനെ തട്ടി അകത്താക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമ്മളിന്നിവിടെ വെക്കുന്ന തേങ്ങ അരച്ചാണ്. ഇത് പൊട്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ അരപ്പ് റെഡിയാക്കണം. അരപ്പ് റെഡിയാക്കിയതിന് ശേഷമേ നമ്മൾ ഇതിനെ കൊല്ലത്തുള്ളൂ. അരപ്പും ഈ ഞണ്ടും കൂടെ ഒരുമിച്ചാണ് നമ്മൾ ഗ്യാസിലേക്ക് വെക്കാൻ പോകുന്നത്. അപ്പം ആദ്യം നമുക്ക് അരപ്പ് റെഡിയാക്കാം. അമ്മയാണ് കേട്ടോ ഇന്ന് അരപ്പ് അരയ്ക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അമ്മേന് വേണ്ടത്? അരമുക്കാമുറി തേങ്ങ. അരമുക്കാമുറി തേങ്ങ വേണം. പിന്നെ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും ഇതിൻ്റെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പൊടികളാണ് ചേർക്കുന്നില്ല. മല്ലിപ്പൊടി 1 സ്പൂൺ, ശകല ഉലുവാപ്പൊടി, മഞ്ഞപ്പൊടി ശകലം, പെരിഞ്ചീരകവും അരക്കത്തില്ല, പെരിഞ്ചീരകവും, കുരുമുളകും. അതിലാ കുഞ്ഞേട്ടൻ ഇവിടെ പിച്ചാത്തിയും കൊണ്ട് കൊല്ലാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ തേങ്ങയും കൊച്ചുള്ളിയും കൂടെ അരച്ചങ്ങ് വെച്ചായിരുന്നേ. അതിലോട്ട് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു, പിന്നെ 1/2 സ്പൂൺ ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി എന്തോമ്മ ചേർക്കുന്നത്? മസാലപ്പൊടിയാണേ, 1/2 സ്പൂൺ. മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ പെരുംജീരകത്തിന്റെ പൊടിയാട്ടോ. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. അത് എത്രയാ? 1.5 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. ഇനി കുരുമുളക് പൊടിയാണേ, ഒരു കാൽ മതിയോ? 1/4 സ്പൂൺ വേണം. ഓക്കെ, ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടല്ലോ. കുടംപുളി ചേർത്ത് കൊടുക്കണം. ഒരു 2 3 പീസ് കുടംപുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ടൊരു പാതി തക്കാളി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാവേ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാവേ. ഒന്നുമില്ല, വലിയ കാലെല്ലാം ഒന്ന് ഒടിച്ച് മാറ്റിയെടുക്കുവാണേ. ഭയങ്കര പാടാ. ചിക്കുന്ന കാലെല്ലാം അമ്മ അത് മാറ്റുക വേറൊരു പാത്രത്തിലോട്ടെ. ബാക്കിയൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ അമ്മയാണ് ചെയ്യുന്നത്. ടാസ്ക്. ഇനി അതൊന്ന് പൊളിച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മള് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന എല്ലാം കൂടെ നമ്മുടെ കറിക്കകത്തോട്ട് ഇടുവാന്നേ. ആദ്യം നമ്മള് കാലെല്ലാം കൂടി ഇടുക. പിന്നെ നമ്മുടെ ഞണ്ടിന്റെ മാംസവും സത്തും എല്ലാം കൂടെ അതിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുവാന്നേ. ഇതെനിക്ക് പുഴുങ്ങി തിന്നെ. ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളകോടും ഇട്ട് ചീനിച്ചട്ടിക്കകത്ത് കുറച്ച് വെള്ളം കൂടെ വെച്ച് പുഴുങ്ങി അടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അതിനകത്തിരിക്കുന്ന സാധനം. അപ്പം നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി എത്ര സമയം എടുക്കും? ഒരു അരമണിക്കൂറിനാകുമ്പോഴെല്ലാം റെഡിയായി വരും. അപ്പം നമ്മുടെ ഞണ്ട് കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ കുറച്ച് കടു വറുത്ത് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് കറിവേപ്പിലയും കൂടെ ഇടാൻ പോവാം നമ്മൾ. നമ്മുടെ ഞണ്ടുകറി ലാസ്റ്റ് ഘട്ടത്തിലേക്ക് സെറ്റായി വന്നിട്ടുണ്ട്. കപ്പയില്ലാതെ എന്ത് ഞണ്ടല്ലേ. ഇത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാവേ. കുഞ്ഞേട്ടനും അമ്മയൊക്കെ ഇവിടെ നിന്ന് ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാ ടേസ്റ്റ് ചെയ്തു. ഓ, ഇങ്ങനെ ഉണ്ട്. സൂപ്പർ. അതങ്ങോട്ട് തിന്നു. മാംസം കുറവാണ്.